മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതന്റെ വാടകത്തുക പിടിച്ച് സെൻട്രൽ ബാങ്ക്. ചൂരൽമല സ്വദേശി അശോകന് സർക്കാർ നൽകിയ 6000 രൂപ വാടകത്തുകയാണ് പിടിച്ചത്. സെൻട്രൽ ബാങ്കിൽ നിന്ന് അശോകൻ ഓട്ടോറിക്ഷയ്ക്കായി വായ്പ എടുത്തിരുന്നു. മേപ്പാടി ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടെങ്കിലും തുക തിരികെ നൽകിയില്ല എന്ന് അശോകൻ 24നോട് പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരോട് ഒറ്റപ്പെട്ടതെങ്കിലും ചില ബാങ്കുകൾ കാണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചൂരൽമല സ്വദേശിയാണ് അശോകൻ. അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും നശിച്ചു. അതോടൊപ്പം തന്നെ ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷ നശിച്ചു. ഓട്ടോറിക്ഷ ഒരു സന്നദ്ധ സംഘടന വാങ്ങി നൽകിയതാണ്. കഴിഞ്ഞ ദിവസം ഈ അശോകന്റെ വാടക 6000 രൂപ, സർക്കാർ നൽകുന്ന വാടക 6000 രൂപ അക്കൗണ്ടിലേക്ക് കയറി. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ എമൗണ്ട് പൂർണ്ണമായും എടുക്കുന്ന നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചത്. സെൻട്രൽ ബാങ്കാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. എന്താണ് സംഭവിച്ചത്? ഇന്നലെ 12:47 എനിക്ക് 6000 രൂപ വാടക കയറി. 12:48 ആകുമ്പോഴത്തേനും അത് EMI പിടിച്ചിരിക്കുന്നു ബാങ്കുകാർ. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അത് കമ്പ്യൂട്ടറിൽ അത് പേഡ് ചെയ്ത് വെച്ചിട്ടാണ്. അത് വന്നതും ഓട്ടോമാറ്റിക്കായി കയറി പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തിരിച്ചു തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിനെക്കുറിച്ച് യാതൊരു മറുപടിയും തന്നിട്ടില്ല എനിക്ക്. എന്തിനു വേണ്ടിയാണ് അത് ലോൺ എടുത്തതെന്ന്? ഞാൻ ഒരു ഓട്ടോറിക്ഷ മുദ്രാ ലോൺ എടുത്തിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത് അന്ന് പ്രളയത്തിൽ എൻ്റെ ഓട്ടോറിക്ഷ എല്ലാം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വേദന അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പിന്നീട് ബാങ്കുമായി സംസാരിച്ചിരുന്നു? ബാങ്കുമായി സംസാരിച്ചു. ബാങ്കിൽ പോയിട്ട് ഞാൻ അപേക്ഷ കൊടുത്തു. എൻ്റെ ലോൺ തള്ളിക്കളയണം, എനിക്ക് യാതൊരു നിവൃത്തിയില്ല അടയ്ക്കാൻ എന്നുള്ളതൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. എന്താ, പണം തിരിച്ചു തരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, പണം തിരിച്ചു തരുന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ അതിനൊരു മറുപടി സൊല്യൂഷൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ നിരാകാരം ഇരിക്കും അവിടെ. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. വാടക ഇനിയിപ്പോൾ എങ്ങനെ കൊടുക്കുന്നുള്ള? വാടക ഇനിയിപ്പോൾ എങ്ങനെ കൊടുക്കുന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാടക കൊടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഓട്ടോ ഓടി അധ്വാനിച്ച് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഈ ഇന്നലെ വന്ന വാടക എടുത്ത് കൊടുക്കാൻ ക്രെഡിറ്റ് കൊടുക്കണം വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ അപ്പോഴേക്കും EMI പിടിച്ചതുകൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ നിവർത്തിയില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാര്യങ്ങൾ. ഒറ്റപ്പെട്ടതെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ ദുരന്തബാധിതർ ഇപ്പോഴും നേരിടുന്നു എന്നുള്ളതാണ്. ഈ ബാങ്കുകൾ എടുത്ത് ആ ലോണുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. ചില ബാങ്കുകൾ മാത്രമാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അത്തരം നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.